ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ എൻ്റെ 2 ദിവസമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ചെറിയ റുട്ടീനിൽ കുറച്ച് കാര്യങ്ങളാട്ടോ കാണിക്കണം ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ കുറച്ചായിട്ട് ഹസ്ബൻഡിന് ആഫ്റ്റർനൂണാണ് ഡ്യൂട്ടി. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള എൻ്റെ ഒരു റുട്ടീനാണ്. നോർമലി ഞാൻ ആദ്യം തന്നെ ഹസ്ബൻഡ് പോയതിന് ശേഷം വാവേനെ കുളിപ്പിച്ച് ഉറക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ജോലി. വാവ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യും, അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിടും. എല്ലാ ദിവസവും തുടയ്ക്കും കേട്ടോ. അങ്ങനെ തുടച്ചില്ലെങ്കിൽ ഒന്ന് വാവയുള്ളതാണ്. പിന്നെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ ഫ്ലോറൊക്കെ ക്ലീനായി കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു പകുതി ജോലി കഴിഞ്ഞ ഫീൽ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ കിച്ചണിൽ പിന്നെ അത് കഴുകി വയ്ക്കുകയാണ്. യൂഷ്വലി വേഗം തന്നെ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ വഴി തന്നെ കഴുകി വെക്കും ടൈം കിട്ടുകയാണെങ്കിൽ. പക്ഷേ ചില സമയങ്ങളിൽ സമയം കിട്ടാതെ വരും, അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വയ്ക്കും. ഇന്നിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ കഴുകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതാണ്. അപ്പോൾ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് വൈകിട്ടത്തേക്ക് ഒന്നും ഉണ്ടാക്കുകയും വേണ്ട. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ബിരിയാണീൻ്റെ. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡ് ചില ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോയില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമുക്ക് വേറെ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. ഇന്നിപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല, ഫുഡൊന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് വാവയുടെ കൂടെ ഇരിക്കാൻ കുറേ നേരം. പിന്നെ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിങ്കിൻ്റെ പരിസരത്ത് വെള്ളമൊക്കെ ഒന്ന് തുടച്ചിടണം. ഇല്ലെങ്കിൽ എന്ത് ക്ലീനാക്കി പറഞ്ഞാലും ഫുള്ളൊരു ക്ലീനായ ഫീല് തോന്നില്ല. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക. അത് കഴിഞ്ഞാൽ ഫുൾ അടുക്കള നല്ല ക്ലീനായി നീറ്റായി നല്ല സന്തോഷമായിട്ടിരിക്കാം. ഇതിപ്പോൾ മിക്സീൻ്റെ ഒരു കുഞ്ഞ് ജാറില്ലേ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണേ, ആ ജാറ് ഞാൻ എപ്പോഴും മിക്സിയുടെ മുകളിൽ തന്നെ കീപ്പ് ചെയ്യണം കേട്ടോ. എപ്പോഴും ഉപയോഗിക്കണമല്ലേ, അതുകൊണ്ട് ബാക്കിയുള്ള ജാറൊക്കെ മാറ്റി വയ്ക്കും. പിന്നെ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് ഈ പൊടി തുടച്ച് കളയാന്നുള്ളത്. കാരണം നല്ല പൊടി ഉണ്ടാവും അകത്തേക്ക്. അപ്പോൾ TV സ്റ്റാൻഡിലായാലും ഡൈനിങ് ടേബിൾ അതേമാതിരി ഡ്രസ്സിങ് ടേബിളിലൊക്കെ നിറയെ പൊടി ഉണ്ടാവും. അപ്പോൾ അതിനൊരു ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ടൈം എപ്പോഴാണോ കിട്ടണേ അപ്പം ഞാൻ ഈ പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടും. പിന്നെ ടിഷ്യൂ ഇല്ലായിരുന്നു, ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ടിഷ്യൂ തീർന്നു കണ്ടത്. അപ്പോൾ ടിഷ്യൂ ബോക്സ് കൊണ്ടുവച്ചതാണ് പുതിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് 2 ദിവസത്തെ വീഡിയോ ആണ്. ഇത് പിറ്റേ ദിവസത്തെ ആട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തേക്കൊക്കെ ഉള്ളത് അരയ്ക്കും ഒരുമിച്ച്. എന്നിട്ട് ഹസ്ബൻഡിന് ഇഡ്ഡലി ഇഷ്ടമല്ല. ഇഡ്ഡലി ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ ഒരു ദിവസം ഇഡ്ഡലി ഒരു ദിവസം ദോശ അങ്ങനെ ആക്കുമായിരുന്നു. പക്ഷേ ഇഡ്ഡലി ഇഷ്ടമില്ലാത്ത കാരണം എപ്പോഴും ദോശ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിപ്പോൾ വാവയ്ക്ക് ഈവനിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കണം. മുന്നേയൊക്കെ അവൾ ദോശ കഴിക്കുമായിരുന്നു, ഇപ്പോൾ അവൾക്ക് മടിയാണ് ദോശ കഴിക്കാൻ. അവൾക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ മാവിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റാഗിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റാഗി കുറച്ച് നല്ലതല്ലേ, ഹെൽത്തി അല്ലേ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവൾക്ക് ഉച്ചക്ക് ഞാൻ കൊടുത്തത് കഞ്ഞിയും പിന്നെ സൈഡ് ഡിഷായിട്ട് കുറച്ച് ക്യാരറ്റും ബ്രോക്കളിയും മുട്ട പൊരിച്ചിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഒരു തോരൻ പോലെ ആക്കിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുത്തപ്പോൾ അത് കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് വൈകിട്ടും അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയുടെ സൈഡ് ഡിഷായിട്ട് അത് കൊടുക്കാമെന്ന് ഓർത്ത്. പക്ഷേ അവൾ കഴിച്ചില്ല കേട്ടോ. കുറച്ച് നെയ്യ് ഇടും കേട്ടോ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ തന്നു വിട്ടതാണ്, നല്ല നാച്ചുറൽ നെയ്യായിട്ട്. അപ്പോൾ അത് ഇട്ടിട്ടാണ് കൊടുക്കണേ. ചിലപ്പോൾ ഒരു തോന്നലിനൊക്കെ ദോശയൊക്കെ കഴിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഫുഡ് കഴിക്കാനേ മടിയാണ്. പിന്നെ ഞാൻ വൈകിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട് കേട്ടോ.
ഡെയിലി ഇല്ല, ഏട്ടൻ ഓഫുള്ള ദിവസങ്ങളിലൊന്നും ചെയ്യാറില്ല, പക്ഷെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എനിക്ക് മടിയുള്ളപ്പോൾ ഒന്നും ചെയ്യുകയില്ല. പിന്നെ നൈറ്റത്തേക്ക് ഏട്ടന് മസാല ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഏട്ടന് മാത്രം ഉണ്ടാക്കിയാൽ മതി, അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാനങ്ങനെ നൈറ്റ് ഇപ്പോൾ കാര്യമായിട്ട് ഫുഡ് കഴിക്കാറില്ല. ചിലപ്പോൾ ഒക്കെ എനിക്ക് കഴിക്കാൻ തോന്നിയാൽ കഴിക്കും, പക്ഷെ എന്നാലും കൂടുതൽ ദിവസങ്ങളിലും അങ്ങനെ കഴിക്കില്ല. വാവയ്ക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും, അല്ലെങ്കിൽ വാവ കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പം ഏട്ടന് മാത്രം മതിയായ കാരണം കുറച്ചുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഒരു കുഞ്ഞു പൊട്ടറ്റോയും സവോളയും ഒഴിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ എരിവ് കുറച്ച് മതി എല്ലാവർക്കും, അതുകൊണ്ട് കാര്യമായി മുളക് ഇടുന്നില്ല. കാന്താരി മുളക് ഉണ്ടായിരുന്നു, അത് 1-2 ഇടുന്നുണ്ട്, അല്ലാതെ വേറെ എരിവൊന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചിരുന്ന. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാവ ഉച്ചക്കല്ല വൈകിട്ട് വാവയ്ക്ക് ദോശ കൊടുത്തപ്പോൾ കഴിച്ചില്ലാന്ന്. അപ്പോൾ അവൾക്ക് കഞ്ഞി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് കഞ്ഞിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തതാണ്. അതും മുഴുവനൊന്നും കഴിച്ചില്ല, കുറച്ചേ കഴിച്ചോളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മസാല ദോശയ്ക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്ന വാവയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാന്താരി മുളക് ചേർക്കണേന്ന്, അപ്പോൾ 2 കുഞ്ഞ് കാന്താരി മുളക്, പിന്നെ കറിവേപ്പില ആണെങ്കിൽ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഹാഫ് പീസ് സവാളയും കൂടി അരിഞ്ഞിട്ട് വഴറ്റുക കേട്ടോ ചെയ്യണത്. അപ്പം ചില സമയങ്ങളിൽ എന്നാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പൊട്ടറ്റോ മാത്രമേ ചേർക്കുള്ളൂ. ഇന്നിപ്പം ഇവിടെ കുറച്ച് വെജിറ്റബിൾ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നോടെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് വഴറ്റി ശേഷം സവാളയും കൂടി വഴറ്റി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പം നമ്മുടെ വെജിറ്റബിൾ മിക്സ് ഇല്ലേ അതോടെ ചേർക്കും. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതുണ്ടെങ്കിൽ ഒരു രസമാണ്. അതിവിടെ ഉള്ളത് കാരണം ഞാൻ അത് ചേർത്തു. പിന്നെ വറ്റൽമുളക് 2-3 കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പോടെ ചേർത്തിട്ട് വെജിറ്റബിൾ മിക്സ് ചേർത്തിട്ട് നമ്മുടെ പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യാണ്. പൊട്ടറ്റോ വേവിച്ചപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം അധികമായിപ്പോയി. പക്ഷേ വെള്ളം കളയണമൊന്നുമില്ല, കാരണം ആ വെള്ളം കൂടി ചേർക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ വെള്ളം മൊത്തത്തിലിട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. ആ ഇടയ്ക്കാണ് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോൾ നമ്മുടെ ഗ്രേവി വെള്ളമൊക്കെ പറ്റി ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വെന്ത്. പൊട്ടറ്റോ നല്ലപോലെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ മുഴുവനായിട്ട് അങ്ങോട്ട് ഉടച്ചിട്ടില്ല, കുറച്ച് കഷ്ണങ്ങളുണ്ട് അതിനകത്ത് ബാക്കി കടിക്കാൻ പാകത്തിന്. പിന്നെ വെജിറ്റബിൾ മിക്സിൻ്റെ പീസസും ഉണ്ടല്ലോ. ദോശ ഇങ്ങനെ വരത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോശ വരത്താൻ അതേമാതിരി പൂരി ഉണ്ടാക്കുമ്പോൾ പൂരി ഇങ്ങനെ നല്ല പൊങ്ങി വരില്ലേ, അത് ഭയങ്കര രസമാണ്, എനിക്കിഷ്ടമാണ് അത്. ഇതുണ്ടാക്കാനും ദോശയ്ക്കും പൂരി ഉണ്ടാക്കണം, ഈ 2 കാര്യങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു മടി തോന്നാത്ത കാര്യമാണ്. അപ്പോൾ ദോശ നന്നായിട്ട് വരത്തി വീട്ടിൽ എനിക്ക് തോന്നുന്നത് വാങ്ങിച്ച്, ആദ്യമൊക്കെ ഞാൻ ദോശമാവ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ തന്നെ വീട്ടിൽ അരച്ച് മാവാകുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പിയായി വരും പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നല്ല മുരിഞ്ഞ ദോശ ആണ്. ദോശ മുരിഞ്ഞ് വന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ മിക്സും ചേർത്തിട്ട് ഒന്ന് 2 സൈഡ് മടക്കി കഴിഞ്ഞാൽ നല്ല മസാല ദോശ റെഡിയായി. അപ്പോൾ ചട്നിയായിട്ട് രാവിലെ ഉണ്ടാക്കിയ തേങ്ങാ ചട്നി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പം ഞാൻ അതും കൂടി ചൂടാക്കിയാണ് കൊടുത്തത്. അത് കാണിക്കണില്ല, പക്ഷേ അത് കൂടെ കൊടുത്തത്. അപ്പോൾ ഞാൻ 3 മസാല ദോശ ഉണ്ടാക്കി ഏട്ടന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒക്കെ ഒരെണ്ണമൊക്കെ മതി എന്നൊക്കെ പറയും, മസാല ദോശ ആയത് കാരണം മസാല ഉണ്ടല്ലോ അതിനുള്ളിൽ മിക്സ്. പക്ഷെ ഇന്ന് 3 ദോശയും കഴിച്ചായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ദോശയായിരുന്നു, നല്ല മസാലയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പ്രത്യേകിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യാനില്ല, ആകെ വെജിറ്റബിൾ മിക്സ് എക്സ്ട്രാ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നൈറ്റല്ലേ, അപ്പം കിടക്കണതിന് മുന്നേ എല്ലാ ദിവസവും കിച്ചണ് ഫുള്ള് ക്ലീൻ ചെയ്ത് ഇടുകയുള്ളൂ. എന്നല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ ക്ലീനായ കിച്ചൺ കണ്ടില്ലെങ്കിൽ പിന്നെ ബാക്കി ജോലികൾ ചെയ്യാനേ തോന്നില്ല. അപ്പോൾ ഞാൻ മറ്റേ സ്റ്റൗവിൻ്റെ പരിസരമൊക്കെ കുക്കിംഗ് റേഞ്ചൊക്കെ കുറച്ച്
കുക്ക് ചെയ്തതിൻ്റെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ബ്രഷ് വെച്ച് ഇതേമാതിരി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ബ്രഷ് സോപ്പിട്ട് കഴുകിയതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുക ചെയ്യണം. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയയും സിങ്കിൻ്റെ ഏരിയ, ബാക്കി പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെച്ച് കിച്ചൺ ഫുള്ളും തുടച്ച് വൃത്തിയാക്കണ്ട. നല്ല ക്ലീനായി കഴിയുമ്പോൾ നമുക്ക് തന്നെ രാവിലെ വരുമ്പോൾ നല്ല സന്തോഷം തോന്നും ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.